നമസ്കാരം. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ് ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നാട്ടെ, എല്ലാരും വെയിറ്റിംഗ്. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കേ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കി പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ശീലു. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ അച്ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റ് കൊടുത്താൽ എത്ര കിട്ടും? ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു, ജെറി, മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. എന്നിട്ട് താടിയൊന്നും കാണാറില്ലല്ലോ. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ നിന്നാ. ഇതിന്റെ വില എത്രയെന്നറിയോ? അജായ 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിനിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? പറ. അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതിരി? താടി വരുന്നതിന് മുമ്പ് പോവാ. നോക്കിയേ, സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളാരും പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ, അട്ടിച്ചവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരം കൂടി അവൻ അവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ കേക്കട്ടെ. എന്താ കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമിനെക്കുട്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയ നീ നോക്ക്. നീ കാട്ടുമാക്ക. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ. സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചന ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കില്ലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നിനക്ക് തോന്നിയോ അങ്ങനെ? എനിക്ക് തോന്നി. എനിക്ക് തോന്നി. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രഹ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം. അങ്ങനെ എന്നാ എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കയാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി? നൗ ഐ എം വെരി ഹാപ്പി.
കിഴങ്ങേട്ടൻ? എടിയ താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്. അതോ നിന്നെ എല്ലാം പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണമോ കണ്ടിട്ട്? ജെറി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് അയാൾ നിനക്ക് ഒരു ആബ്സല്യൂട്ട് മിസ്മാച്ച് ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് ജെറി. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്നാ നമ്മൾ കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണെന്ന്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അറിയും, നിന്റെ ഇച്ഛായനം പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ അല്ലേ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ, ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാൻ. അല്ല, ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ എന്നോട് വരുമോന്നല്ല, നീ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ചിക്കൻ പൊരിച്ചിട്ടാ കറി വെച്ച. ഓ, ഉറപ്പാ. അല്ലെങ്കിൽ തിന്നില്ലായിരിക്കും. കൊള്ളാട്ടാ. എടാ ഞാൻ ഒരു മൂന്നാമത് ചോദിച്ചാൽ തരൂ? നെയ്മീൻ ഫ്രൈ തീർന്നിട്ടാ. ഇനി എന്നോട് ചോദിക്കാൻ പറയാൻ നിൽക്കരുത്. വെജ് കുടിക്കാത്ത. ഓ, നീ കഴിക്കണല്ലേ? കഴിക്കടാ. നല്ല ചിക്കൻ ആണ്ടാ. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലേ? എടാ, അവള് വരാൻ സമ്മതിച്ചു. ആഴേ അന്ന വരാൻ സമ്മതിച്ചു. ഇങ്ങോട്ട് ഓടാ. തമാശയാണോ? അവൾ എന്റെ കൂടെ വരാൻ സമ്മതിച്ചു. അത് അടിക്കാനുണ്ടോ കൂടെ? നീ ഒരു മേലെ തമാശ കളിക്കരുത്. അവൾ എന്റെ കൂടെ വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്നോട് വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇതുമാതിരി പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പോകും. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കും. വെറുതെ നാണം കിട്ടുമോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ. ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുക ഞാനിപ്പോ ചെയ്യുന്നേ. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോവാം, വേഗം വാ. നമ്മള് ഇവളെ കൊണ്ടുപോകണം, ഇവള് നമ്മളെ കൊണ്ടുപോകണം. ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ തൊഴിയോ? വാ, സൂക്ഷിച്ച് വാ വാ. നേരെ പൊക്കോ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നടക്കാറിങ്ങിയെന്ന് പറഞ്ഞാൽ മായിട്ടാ. അല്ല, നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ വന്നേ. എന്നാടി? എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ? അന്നെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അയ്യോ, ഒച്ച വെക്കാതെ. പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അന്നെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയഭരിതമാക്കുവാൻ. ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ, ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാം. ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി.
എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് ഇത് അന്ന ജെറിയുടെയാ. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇപ്പം അതൊക്കെ പറയാം, അത് ഞങ്ങൾ നകത്ത് കയറട്ടെ. കേറി വരൂ വരൂ. ചേരിപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. ഒന്നും വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്നേ ഉള്ളൂ. വരൂ. What have you done, Madhav? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എൻ്റെ റൂമിലേക്കോ പോകായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ? പോലീസിനൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോൺ, ജെറി, ആ ഫോണും തന്നെ. ഹലോ ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ... അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അലമാരക്കകത്ത്. 4,32,15 രൂപയുടെ. പ്ലസ് 12% ടാക്സ് ഉണ്ട് കുട്ടി. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റിൽ വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന്റെ 9.9% ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ എനിക്ക് പ്രശ്നമേ ഇല്ല. ഐ ആം ഹാപ്പി. അയാളുടെ മോന്ത കിട്ടിട്ട് കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ? അതാര്? ഹലോ ഹലോ ഹലോ. ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ച് പോകും. ഇവളായതുകൊണ്ട് ഇത്രയും ചെയ്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവാരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിന്ന് രാത്രി തന്നെ ആളെ വിളിക്കും, കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്കമോർസ് നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്കമോർസുമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സാർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് വരും തേങ്ങപ്പഴം. ഞാൻ എന്റെ സ്പോൺസർ പറയുന്നതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല സാർ. ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സാർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി അവതരിക്കാനല്ലേ പറഞ്ഞത്. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോ ആയ ഹലോ FM-ന്റെ ഹലോ നമസ്തേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, മോസ്റ്റ് ഫേവറേറ്റ് RJ മാധവ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തേയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്.
ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവില് നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുകൊണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിലുകൊണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല. മാധവ്, എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. എന്റെ പ്ലാവല്ല, അതിന്റെ കൊമ്പ് പോയിട്ട് ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനില്ലേ കാണാറുന്നു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മാധവ് ഇവിടെ നിന്നാ മതി. അതെന്താ കൂടെ വന്ന കണ്ട് മൂക്കി കെറ്റി കളയൂ? മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ വാ, നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞങ്ങൾ പോയി. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കുമല്ലേ? ആ മനപ്രയാസത്തിനിടയിൽ അന്നോ ചായ. മിസ്റ്റർ ജലീബ്, ഈ കോളനിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്കും കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം, കൊമ്പല്ല മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു ജലീ, താങ്ക് യു. നമുക്കിറങ്ങാം. പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി, ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്താ? അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്, അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തന്നെ ഔദാര്യം വേണ്ട. ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങൾക്ക് പരാതി എന്ന്, അല്ലാണ്ട് വെട്ടിപ്പൊളിച്ചുകളെ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? ശരി, അവളതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങ് പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല. മാത്രമല്ല, വെട്ടാൻ വരുന്നവരെ
കാര്യം വിട്ടു. അസോസിയേഷൻ അറിയിക്കാനല്ലേ ഞാനും അറിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ വഴി നോക്കൂടാ. നിങ്ങൾ എന്തു വേണേ ചെയ്തു, എങ്ങനെ വേണേ ചെയ്തു. പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഈ വെട്ടും കുത്തും കലഹമൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലയ്ക്ക് ഇതൊക്കെ വിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ എല്ലാവരും വീട്ടിൽ പോകണം. എല്ലാരോടും എന്റെ തലേക്ക് എന്തിനാ? ഹലോ ജമോൻ സാറല്ലേ? ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എടാ നീയൊക്കെ കാരണം ആ സ്പോൺസർ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ ഈ ഷോ അബ്രപ്റ്റ് ആയിട്ട് നിർത്തിയാണ്. എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫും വിട്ടെന്ന് എന്റെ റെസിഗ്നേഷൻ സാറിന് മേലിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാനാ? എടാ മക്കളെ ചേട്ടനൊന്ന് പറയട്ടടാ. നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ ഞാൻ ജിഞ്ചറി പോടാ, ഞാൻ ഓറഞ്ച് പോടാ, നിന്റെ ഓറഞ്ച് പുളിക്കും, നിന്റെ ജിഞ്ചർ കൈക്കൂടാ. ഒരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പിന്നെ അറിയില്ലെന്നെ. എന്താ നീ നീ വന്നേ. അതെ സ്വന്തം വില്ലകളാ. അപ്പൊ നിങ്ങൾ ആ വില്ല വാങ്ങുമ്പോഴേ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ല ഈ മാധവിന്റെ. അങ്ങനെ പറയരുത്. ഇനി മുതൽ മാധവ് എന്ന് പറയുന്ന ആളില്ല, അത് തീർന്നു. എതിർകക്ഷി മനസ്സിലായോ? ഈ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് നിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ഇലകളും മറ്റും മാധവിന്റെ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് ഇലയൊന്നും അങ്ങോട്ട് വീണിട്ടില്ല. അതെല്ലാം എതിർകക്ഷി കെട്ടിച്ചു വെച്ചതാണ്. സാറേ എന്തൊക്കെയായാലും ശരി, അത് സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെന്റെ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല. ഞാൻ എത്ര കാശ് വേണം ചെലവാക്കാം, ഇതിന്റെ അഭിമാന പ്രശ്നമാണ്. സാറേക്ക് നാളെ തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു തരണം. അതല്ല എനിക്ക് വിട്ടേരെ. എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലോട്ട് വരാം. വേണമെങ്കിൽ പ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നെ പീസിന്റെ കാര്യം അത് ഗുമസ്തം പറഞ്ഞു കാണൂലല്ലേ? അത് മൊത്തം വേണോ? പറഞ്ഞ തുക മുഴുവനും കൊണ്ടുവരണം കേട്ടോ. ഓ അങ്ങനെ അത് ജെറി എന്തൊരു സൗണ്ട്? ഇടിയപ്പൻ പ്ലാവ് മുറിക്കുന്നത്. എന്തൊരു ശല്യമായി താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഞാനിവിടെ താമസിക്കാൻ അത് ശരി, നീ ആളെ വിട്ടതല്ലേ? യോഞ്ഞ വരം പെട്ടാറേ, എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. 2 ദിവസത്തിലെ അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലാ മാധവ്, തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ ആ കുട്ടി വെട്ടാന്ന് നമുക്ക് പോലെ സഖി കെട്ടു. 2 കൂട്ടരും വീടും വിറ്റു പോകുന്നതാ കോളനിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്തിനു കേടാന്ന് മനുഷ്യ? വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങളെ പോലത്തെ 2 എണ്ണത്തിന് വെച്ച് ആ സ്ഥാപനം നടത്താൻ എനിക്ക് നല്ലതേ അകത്ത് പോയി കിടക്കണതാ. FM നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ FM ഭാവി. ഇത്രയും നാളും കയ്യാല പുറത്താർന്ന്, ഇപ്പൊ ഈ പ്ലാവിലായ. മോനെ ജെറി, ചേട്ടനോട് കരുണ കാണിക്കണം. നാളെ തന്നെ നിങ്ങളൊന്ന് FM വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെ ഒക്കെ കല്യാണം. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് താല്പര്യമില്ല. വരുന്നോ നീ പോടി. അന്നാന്നല്ല അന്നാന്ന ഇവളെയൊക്കെ വിളിക്കണ്ടേ. അവനെ ചെറിയുന്നല്ല. നല്ല ഉറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോ. എന്തേ വിശക്കണല്ലേ?
ഓ അവിടെ ചെക്ക് എടുക്കൂലല്ലേ? നല്ലൊരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു, മര്യാദക്ക് അത് തന്നാ മതിയായിരുന്നു. പട്ടിണി തന്നെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമിനെ ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ നിങ്ങൾ ഇട്ടേച്ച് പോയി. അത് തന്നെ ഒരു നെഗറ്റീവാണ്. അതിലും വലിയ നെഗറ്റീവാണ് ഒരു ടീം സ്പ്ലിറ്റ് ആകുന്നത്. ജെറി മാധവ് ടീം അതൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ മാധവ് ഒറ്റയ്ക്ക്... സാർ, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. സാറിൻ്റെ എഫ് എം സകല എഫിനെയും ബ്രേക്ക് ചെയ്യും. എനിക്ക് ട്രെയിനിങ്ങിനെ കൂടെ തന്നാൽ മതി, നമുക്ക് സൂപ്പർ സ്ലോട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ സ്ലോട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവര് ഈ ഓറഞ്ച് FM ൽ തന്നെ ഉണ്ട്. ബട്ട് ഐ വാണ്ട് യുവർ ടീം, ജെറി മാധവ്. സോറി സർ, എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്കിനി മാധവനെ വയ്ക്കാൻ പറ്റില്ല.